ഇല്ല മരത്തൊന്നും ഇല്ല. വൈകുന്നേരങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് ഇരിക്കാൻ. ഹലോ, ഇതിപ്പോൾ എത്രാമത്തെ ടേക്കാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇതുപോലൊരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകൾ കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളതൊക്കെ പോകെ പോകെ ശരിയാക്കും. അപ്പം സത്യം പറഞ്ഞ് ഇങ്ങോട്ട് വെക്കണം എനിക്ക് കൺഫ്യൂഷനാണ്. ഇങ്ങോട്ടല്ലേ? ഓക്കെ. അപ്പം ഞാൻ തന്നെ ഈ ചക്രവർത്തിനെ പോലെയൊക്കെ ഒരുങ്ങി കെട്ടി പോകുന്നത് കുറേ നാളായി ഇൻസ്റ്റയിലൊരു എന്തെങ്കിലും പോസ്റ്റൊക്കെ ഇട്ടിട്ട്. സോ അതിനൊരു ചെറിയൊരു തട്ടിക്കുട്ടി ചെറിയൊരു ഫോട്ടോഷൂട്ട് ആരാരല്ല നമ്മുടെ സ്വന്തം അൺപെയ്ഡ് ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് തന്നെ 2-3 ഫോട്ടോസൊക്കെ എടുപ്പിക്കാമെന്ന് വെച്ച് അങ്ങനെ പോവാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ വളിപ്പാക്കണില്ല. പോയിട്ട് വന്നിട്ട് ബാക്കി കാണാം. ബൈ 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 ബൈ. നല്ല കോലത്തിൽ അടിയെടുക്ക. നല്ല കോലത്തില ചിരിക്ക്. ഞാൻ ഇതെടുത്തിടുവേ. തലമണ്ട അടിച്ചു. നേരെ പൊക്കോണ്ടിരിക്കുന്നത് കോട്ടയത്ത് സംക്രാന്തിക്ക് അടുത്തുള്ള തണലോരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. വഴിയൊന്നും ശരിക്കും അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി നോക്കാം. അറിയാവോ? സോറി ഗൈസ്, നമ്മുടെ ഫോട്ടോഗ്രാഫറിന്റെ വഴി അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് പുറകിലിരിക്കാം. പാസഞ്ചർ പ്രിൻസസ്. കോട്ടയത്തോട്ട് പോകുന്ന വഴി ഭയങ്കര ഇഷ്ടമാണ്. ഈ വഴിയില് അധികം തിരക്കൊന്നുമില്ല, അധികം വണ്ടികളൊന്നുമില്ല. നല്ല തണലും ഉണ്ട്. പറഞ്ഞു തീർന്നില്ല, വെയില് വന്നു. അപ്പൊ പറഞ്ഞു തന്നത് വലിയ തിരക്കൊന്നുമില്ല ഈ വഴിയില്. ഇത് കുറച്ച് കട്ടനുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നല്ല സമാധാനത്തോട് പോയിട്ട് വരാം. മറ്റേ മെയിൻ റോഡിൽ കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കും കുറേ വണ്ടികളൊക്കെ ആയിട്ട് എനിക്ക് മടുപ്പാ ഇങ്ങനത്തെ സ്ഥലത്തൂടി റോഡിൽ കൂടി പോകുന്നത്. എന്നാ നോക്കുന്നത്? ഇതാകുമ്പോ വലിയ തിരക്കും തിരിച്ചു വരുമ്പോ നമുക്ക് ഇവിടെ എല്ലാ കടയിൽ കയറി ഇതൊരു സുറിയാനി പുതുപ്പള്ളി പള്ളി തന്നെ കേട്ടോ. അതാണ് ശരിക്കുള്ള പുതുപ്പള്ളി പള്ളി. ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ. എന്താ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ എട്ടിലൊട്ടിച്ച കാറാവേ. ഈ ബ്രേക്ക് പിടിച്ചോണ്ട് ഞാൻ പറയാണ്ടിരിക്കുന്നില്ല. ഇവിടെ ചിലരൊക്കെ ഗൂഗിൾ മാപ്പിടണ്ട, എനിക്ക് വഴി അറിയാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം ഗൂഗിൾ മാപ്പ് ചേച്ചിയുടെ സഹായം തേടിയേക്കാണ് ഗൈസ്. ഞങ്ങള് മാപ്പിട്ട് പോവാണ്. ഓ തിരിയുന്ന സ്ഥലം ഏതാണെന്ന് അറിയാനായിട്ട് സമയം പോവാം. നമ്മൾ ഏതാണ്ട് എത്താറായി ഗൈസ്. ഇത് കണ്ടോ വെള്ളം. വെള്ളമൊന്നും കാണുന്നില്ലല്ലോ. നേരെ പോവും. 120 മീറ്റേഴ്സ് ഇവിടെ ഉണ്ടിന്.
നമ്മൾ ഏകദേശം സ്ഥലത്തെത്താറായി. ഇവിടെ കുറേ കാറൊക്കെ കിടപ്പുണ്ട്. ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. നോക്ക്, ഇതാണ് തണലൂരം. നല്ല സ്ഥലം. നടന്നു അതിട്ടറിയാ. എങ്ങനെയുണ്ട് സ്ഥലം? നോക്കിയേ, പറ. നൈസ് അല്ലേ ഗൈസ്? ഫൈനലി നമ്മൾ തണലോരത്തെത്തിയിരിക്കുകയാണ്. ഗൈസ് ഫൈനലി നമ്മൾ തണലോരത്ത് വന്നിട്ടുണ്ട്. നല്ല സെറ്റ് സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാവേ. നോക്ക്, നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. അതോ നമ്മുടെ ക്യാമറമാൻ ചേട്ടൻ ഫോട്ടോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ട് ഊഞ്ഞാൽ. വേറെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഒക്കെയാണ് ഫിഷിംഗ് ഫ്രണ്ട്സ്. സോ പോയി ഫോട്ടോ എടുത്തിട്ട് വരാം. ബൈ 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 ബൈ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്ന് ഓടിക്കേ. കണ്ടോ, യക്ഷി. എന്താ വയ്യേ? ഒറ്റ കൈ കൊണ്ടെടുക്കാൻ പാടാ. ഓക്കെ, നിന്നെ ഓ, ഊഞ്ഞാലുണ്ടപ്പോൾ അതേ ഓടിപ്പോന്നു. ആണോ? സ്ഥലം കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടു. എനിക്കിവിടെ ബോട്ടിങ് വേണ്ടവർക്ക് ബോട്ടിങ്ങിനും പോകാം. കാണിച്ചു തരാം. അയ്യോ, എൻ്റെ ഇടയിൽ കൂടി കാണാം ബോട്ട്. എന്ത് ഈ ബോട്ട്? നീ അവിടെ നിന്നു. ബോട്ടിങ്. ബോട്ടിങ്ങും കണ്ടിച്ചാണ് കുന്നുവാവാ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇയാൾ എഡിറ്റ് ചെയ്ത് തന്നിട്ട് ഞാൻ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. നല്ല സ്ഥലം കേട്ടോ. പക്ഷെ മഴ പെയ്ത് കുറച്ച് ചളുമ്പൊക്കെ ആയി കിടക്കുക. ഉണക്കമുള്ള സമയത്ത് നമുക്ക് ഒരിക്കൽ കൂടി ഇവിടെ വരണേ ഫോട്ടോ. അപ്പോൾ ഇനി വേറെ ദിവസം എന്താ പറയണേ? ഇഷ്ടപ്പെട്ടോ വന്നത്? ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഇഷ്ടപ്പെട്ടോ? ഫോട്ടോ ഇഷ്ടപ്പെട്ടു. ഏത് ഫോട്ടോ ഇഷ്ടപ്പെട്ടു? ഞാൻ ഫോട്ടോ ഇഷ്ടപ്പെട്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാണ്ട് തിരിച്ചു പോവുകയാണ്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇതോ നമ്മുടെ ക്യാമറാമാൻ ഉണ്ട് കൂടെ. അയിനിപ്പെന്താ. അപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ കണ്ട മൊത്തം
ചളുമ്പ പിടിച്ച് കിടക്കുക മഴയൊക്കെ കാരണം. അതെ, നമുക്കിനി ഒരു ദിവസം മഴ ഇല്ലാത്തപ്പം വന്ന് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാം. സോ തണലോരം ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി. ഇവിടെ ചിലരൊക്കെ വഴി അറിയാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ വന്നത്. സോ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എൻ്റെ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു. അതെ ആദ്യമൊക്കെ ആകുമ്പോൾ അങ്ങനൊക്കെയാ. അപ്പം അത്രേ ഉള്ളു മക്കളെ. സോ ഇനി നേരെ ആഗ്രഹമൊക്കെ ചൂണ്ടിടാനുള്ള സ്ഥലമൊക്കെ അവിടെ എല്ലാം കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നമ്മളിനി എങ്ങോട്ടാ? വീട്ടിലോട്ട്. അപ്പൊ ഞം ഞം വേണം. വേണം. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ച് സമാധാനമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നേരാ. കാരണം ഇപ്പം അവിടെ ഒരുമാതിരി എന്താ പറയാ, സ്ഥലമൊക്കെ നല്ലതാണ്. പക്ഷെ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് ചള്ള പിടിച്ച് കിടക്കുകയാണ്. സോ കുറച്ച് വെയിലൊക്കെ ഉള്ള ഒരു സമയത്ത് വരുവാണെങ്കിൽ സെറ്റായിരിക്കും. പിന്നെ എന്താ, വെള്ളമടി പരിപാടി അങ്ങനെ അതെ വെള്ളമടിക്കാൻ മരത്തേന്ന് വീണതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ശരിക്കും അപ്പം വെള്ളം അടിക്കാനായിട്ട് ആരും അങ്ങോട്ട് പോകണമെന്നില്ല. അവിടെ വെള്ളമടി ഒന്നും പറ്റത്തില്ല. വൈകുന്നേരങ്ങളിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാൻ മഴ കാരണം ഏതോ ഒരു വീട്ടിൽ കയറി നിൽക്കും. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും ഇവിടെ. കണ്ടോ മഴ. ഞങ്ങൾ മഴ കാരണം ഏതോ ഒരു വീടിൻ്റെ മുറ്റത്ത് വന്ന് ബൈക്ക് നിർത്തിയിരിക്കുക. ആ വീട്ടുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങളിവിടെ മുറ്റത്ത് നിൽക്കണ കാര്യം. അയ്യോ, അങ്ങനെ മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങളിതേ വീണ്ടും ഇറങ്ങി. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു ട്രിപ്പ്. സൗണ്ട് ഇല്ലാതെ ധരിക്കാൻ പറ്റത്തില്ല. അയ്യോ, എങ്ങനെയുണ്ട് ചിക്കൻ ബജ്ജി? കൊള്ളാവോ? ഒന്നും പറയില്ലേ? അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ ഈ കോലം കണ്ടാലറിയാം ഞാൻ എന്തോരം ടയേർഡാണെന്ന്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ് ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അവിടെ കുറച്ച് ചളുമ്പ് പിടിച്ച് കിടക്കുകയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കാൻ സെറ്റ് സ്ഥലം കേട്ടോ. പിന്നെ എന്താ പറയുക, ഫോട്ടോസും വീഡിയോസും ഒക്കെ വൈകാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇപ്പോഴും ഇവിടെ നോക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. ഇനിയും വേറെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതെല്ലാം മാറ്റി നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ
പഠിക്കുകയല്ലോ, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ, കാരണം എനിക്കറിയത്തില്ല. അപ്പോൾ ചാറ്റ ബൈ.